ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിവർ ഫ്രൈ ആണ് കാണിക്കുന്നത്. ഇത് കോഴിയുടെ ലിവറാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേച്ചിട്ട് ഒരല്പം നേരം വച്ചിരുന്നു. എന്നിട്ട് അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലിവർ ഫ്രൈയിൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ചേർക്കാം, പക്ഷേ മിനിമം സാധനങ്ങൾ ഉപയോഗിച്ച് ടേസ്റ്റ് ഒരു കോംപ്രമൈസും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പം സെക്കൻഡ് ട്രിപ്പും ഞാൻ വറുത്തു കോരുകയാണ്. അപ്പോൾ ഈ ലിവറിനകത്ത് ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, പോരാത്തതിന് പ്രോട്ടീൻ റിച്ചാണ്, പിന്നെ അയൺ റിച്ചാണ്. അങ്ങനെ ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയൊരു ഫുഡ് ഐറ്റമാണ് ഈ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി കുറച്ച് സവാളയും ഒരു 1.5 സവാളയും ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കുറച്ച് എണ്ണ മാറ്റി ആ സെക്കൻഡ് ട്രിപ്പ് വറുത്തെടുത്ത ശേഷം കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഈ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിലയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല, മല്ലിയില ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ തട്ടിക്കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് സവാള ഇട്ടിട്ട് സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സവാള നന്നായി വഴറ്റിയ ശേഷം അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് നന്നായിട്ട് ഇളക്കിയ ശേഷമാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ലിവർ അതിനകത്തേക്ക് ഇടേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ഇത് മൂടി വെക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനത് 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ആ മസാല എല്ലാം അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാലയൊക്കെ നോക്കുക, കുറവാണെങ്കിൽ ഇപ്പം കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട സെറ്റ് സാധനമായിരിക്കും, പക്ഷേ അതൊന്നും ഇല്ലാതെയും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇട്ടാൽ നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ലിവർ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ ഒപ്പമാണ് എടുത്തത് കേട്ടോ. പക്ഷേ ചപ്പാത്തിയുടെ ഒപ്പം മാത്രമല്ല, ചോറിനോ അല്ലെങ്കിൽ നമുക്ക് നല്ല കപ്പ പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.